ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ദുരന്തർ എന്ന മൂവിയാണ്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 1999 ഡിസംബർ 30 അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ എയർപോർട്ടിൽ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് പാകിസ്ഥാനി ടെററിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നതാണ്. യാത്രക്കാരെയെല്ലാം ബന്ദികളാക്കി വെച്ചുകൊണ്ട് അവരാകട്ടെ ഇന്ത്യൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് നേരത്തെ തന്നെ പിടിച്ച അവരുടെ സംഘത്തിലെ 3 തീവ്രവാദികളെ വിട്ടയക്കുക എന്നതായിരുന്നു. ദേവ്രാത് കപൂറും ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറായ അജയ് സനയിലും ഈ ടെററിസ്റ്റുകളോട് നെഗോഷിയേറ്റ് ചെയ്യാൻ വരുന്നു. യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ പ്രകാരം ആ 3 തീവ്രവാദികളെ വിട്ടയക്കാനും $10 മില്യൺ അവർക്ക് കൊടുക്കാമെന്നും ഇവർ സമ്മതിക്കുന്നു. തൽക്കാലം ജനങ്ങളെ രക്ഷിക്കാൻ അത് ചെയ്തെങ്കിലും ടെററിസ്റ്റുകൾ ഇന്ത്യക്ക് നേരെ നടത്തുന്ന ഈ അക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിലേക്ക് സ്പൈകളെ അയച്ച് ടെററിസ്റ്റുകളുടെ നീക്കം മനസ്സിലാക്കാനുള്ള ദുരന്തർ എന്ന ഒരു ഓപ്പറേഷൻ ആരംഭിക്കാമെന്ന് അജയ് സനയിൽ പറഞ്ഞെങ്കിലും റായുടെ ചീഫ് KS ബുള്ളർ ഇതിന് സമ്മതിച്ചില്ല. പക്ഷേ 2001 ഇതേ ടെററിസ്റ്റുകൾ തന്നെ പാർലമെന്റ് അറ്റാക്ക് ചെയ്യുകയും ഒരുപാട് ഓഫീസേഴ്സിനെ കൊല്ലുകയും ചെയ്തു. തീവ്രവാദികളെ തടയാൻ ശ്രമിക്കുകയും മറ്റുള്ളവർക്ക് അലർട്ട് കൊടുക്കുകയും ചെയ്ത CRPF ലേഡി കോൺസ്റ്റബിൾ അതിദാരുണമായി അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്വയം മനുഷ്യബോംബുകളായി മാറി അവർ പാർലമെന്റിലുണ്ടാക്കിയ ആ അക്രമത്തിന് ശേഷം ഇന്റലിജൻസ് ബ്യൂറോ ദുരന്തർ എന്ന അജയ് സനൽ മെൻഷൻ ചെയ്ത ആ ഒരു മിഷന് സമ്മതം മൂളുന്നു. അങ്ങനെ ഇന്ത്യൻ സ്പൈ ആയിട്ട് അഫ്ഗാൻ ബോർഡറിലൂടെ പാകിസ്ഥാനിലേക്ക് കടക്കുന്നത് ഹംസ അലി എന്ന് പറയുന്ന നമ്മുടെ നായകനായിരുന്നു. അങ്ങനെ പാകിസ്ഥാനിലെ കറാച്ചിയിലെത്തിയ ഹംസയാകട്ടെ അവിടെ നിന്നും ലാരി ടൗൺ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഓൾറെഡി തന്നെ അവിടെ ഒരു ജ്യൂസ് ഷോപ്പ് നടത്തുന്ന ഇന്ത്യൻ സ്പൈ ഉണ്ടായിരുന്നു. അയാൾ ജ്യൂസ് വിൽക്കുന്നത് പ്രത്യേക ഒരു രീതിയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു. അത് ഹംസയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു കോഡ് ഭാഷയായിരുന്നു. ഹംസ നേരെ ആ ജ്യൂസ് ഷോപ്പിലേക്ക് പോകുന്നു. മുഹമ്മദ് ആലോ എന്നായിരുന്നു ആ കട നടത്തുന്ന ആളുടെ പേര്. ജോലി അന്വേഷിച്ചു വരുന്ന ഒരാളിനെ പോലെയായിരുന്നു ഹംസ അവിടെ പെരുമാറിക്കൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്ന് അങ്ങനെ ഹംസയെ ജോലിക്കെടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഡൗട്ട് തോന്നുന്നത് കൊണ്ട് തന്നെ ആദ്യം മുഹമ്മദ് ആലം അതിന് സമ്മതിക്കുന്നില്ല. അന്ന് രാത്രി മുഴുവൻ ഹംസ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ആ സമയം പത്താൻ ഗ്യാങ് എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിലെ കുറച്ച് ആൾക്കാർ വന്ന് ഹംസയെ ഉപദ്രവിക്കുന്നു. അവനെ കൊള്ളയടിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവർ. ആ ഫൈറ്റിൽ ഹംസയ്ക്ക് കുറച്ച് പരിക്കും പറ്റി. ഈ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഹംസ പ്രതികരിക്കാനൊന്നും നിന്നില്ല. പിറ്റേന്ന് അവശനിലയിൽ കിടന്ന ഹംസയെ ആലം തന്റെ കടയിലേക്ക് കൊണ്ടുവരികയും അവന് ജോലി നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആ കടയിലെ നല്ലൊരു ജോലിക്കാരനായി ഹംസ മാറി. ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഹംസയെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഇവിടുത്തെ വലിയ ഗാങ്സ്റ്ററുകളുടെ കൂട്ടത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്തായിരുന്നു. ആലം ഹംസയോട് ആ നാട്ടിലെ മെയിൻ ആയിട്ടുള്ള ഗാങ്സ്റ്ററുകളെ പറ്റി സംസാരിക്കുന്നു. ബാബു ദക്കീത്ത് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലാണ് ഇപ്പോൾ ഈ ലാരി ടൗൺ ഉള്ളത്. അയാൾക്ക് അവിഹിതത്തിലുണ്ടായ അയാളുടെ മകനായ റഹ്മാനാകട്ടെ അയാളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. തന്റെ അച്ഛൻ ബാബു ആണെന്നറിഞ്ഞപ്പോൾ തന്റെ അമ്മയെ കൊന്ന ആളാണ് റഹ്മാൻ. റഹ്മാൻ ഒരു ബലൂജിയാണ്. പാകിസ്ഥാനിൽ തന്നെയുള്ള ഒരു പ്രദേശമായിരുന്നു ബലൂചിസ്ഥാൻ. അവർ സ്വന്തമായിട്ട് രാഷ്ട്രം ഉണ്ടാക്കാനും പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനും ആഗ്രഹിച്ചിരുന്നു. ബാബു ദക്കീത്തിന്റെ പത്താൻ ഗ്യാങ്ങും റഹ്മാന്റെ ബലൂജി ഗ്യാങ്ങും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. ഇവരെ കൂടാതെ അർഷദ് പപ്പു എന്ന് പറയുന്ന ഒരാളും ഈ ലാരി ടൗണിൽ നോട്ട് ഔട്ടിട്ടുണ്ട്. റഹ്മാന് 2 മക്കളാണുള്ളത്, നയീമും ഫൈസലും. റഹ്മാന്റെ കസിനായ ഉസൈർ എപ്പോഴും അയാളുടെ വലങ്കയായി കൂടെ ഉണ്ടാകും. എങ്ങനെയെങ്കിലും റഹ്മാന്റെ ഗ്യാങ്ങിലേക്ക് കയറി പറ്റിയെങ്കിൽ മാത്രമേ ഹംസയ്ക്ക് കൂടുതൽ വിവരങ്ങൾ ലീക്ക് ചെയ്യാൻ പറ്റൂ. ഓൾറെഡി തന്നെ ടെററിസ്റ്റുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലീക്ക് ചെയ്യാൻ പറ്റിയ റുസ്വാൻ എന്ന് പറയുന്ന ഒരാള് ബാബു ദക്കീത്തിന്റെ പത്താൻ ഗ്യാങ്ങില് നേരത്തെ കടന്നിട്ടുണ്ട്. റുസ്വാനും ആലമും എല്ലാം തന്നെ ഒരുമിച്ചായിരുന്നു ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആർക്കും മനസ്സിലാകാത്ത രീതിയിലും ആ കൂട്ടത്തിലേക്കാണ് ഹംസ ഇപ്പോൾ വന്നിരിക്കുന്നത്. റുസ്വാൻ പത്താൻ ഗ്യാങ്ങിലാണെങ്കിൽ ഹംസ ഇപ്പോൾ ചേരേണ്ടത് റഹ്മാന്റെ ബലൂജി ഗ്യാങ്ങിലേക്കാണ്. ഇവിടെ നടക്കുന്ന ഒരു വിവാഹത്തില് റഹ്മാന്റെ മക്കളായ നയീമും ഫൈസലും പങ്കെടുക്കാൻ വരുന്നുണ്ട്. ആ സമയം ബാബു ദക്കീത്തിന്റെ ആൾക്കാര് അവരെ കൊല്ലാൻ പ്ലാനിട്ടിട്ടുണ്ട്. റഹ്മാന്റെ ആ 2 മക്കളെയും എങ്ങനെയെങ്കിലും ഹംസ രക്ഷിക്കുകയാണെങ്കിൽ റഹ്മാന്റെ കണ്ണില് ഹംസയ്ക്ക് എന്തായാലും ഒരു വില കിട്ടും. ഉറപ്പായിട്ടും തന്റെ മക്കളെ രക്ഷിച്ചു എന്ന കാരണത്താൽ നിന്നെ അവൻ കൂടെ കൂട്ടാതെ ഇരിക്കില്ല. പിന്നീട് അങ്ങോട്ട് അവരുടെ പ്ലാൻ അതായി. അങ്ങനെ വെഡ്ഡിംഗ് ഫംഗ്ഷൻ ആരംഭിച്ചു. റിസ്വാൻ പറഞ്ഞ പോലെ തന്നെ ബാബുവിന്റെ ആൾക്കാര് റഹ്മാന്റെ മൂത്ത മകനായ നയീമിനെതിരെ വെടിയുതിർക്കുന്നു. ഫൈസലിനെ രക്ഷിക്കാൻ ഹംസയ്ക്ക് സാധിച്ചെങ്കിലും നയീമിനെ രക്ഷിക്കാൻ ഹംസയ്ക്ക് സാധിച്ചില്ല. ശരീരമാസകലം വെടിയേറ്റ് കിടന്ന നയീമിനെ എടുത്തുകൊണ്ട് ഹംസയും ആലമും നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലെത്തിയപ്പോഴേക്കും നയീം മരിച്ചിട്ടുണ്ടായിരുന്നു. റഹ്മാന്റെ ഗ്യാങ്ങിലെ കുറെ ആൾക്കാരും ആ ഷൂട്ടിംഗില് മരണമടയുകയും ചെയ്തു. ഹോസ്പിറ്റലിലെത്തിയ റഹ്മാൻ തന്റെ മകന്റെ മരണവാർത്തയറിഞ്ഞ് അതീവ ദുഃഖിതനായിരുന്നു. എന്നാൽ തന്റെ ഒരു മകനെയെങ്കിലും രക്ഷിച്ചത് ഹംസയാണെന്ന് മനസ്സിലാക്കി അയാൾ ഹംസയോട് എല്ലാത്തിനും നന്ദി പറയുന്നു. ഉസൈറിനോട് പറഞ്ഞിട്ട് ഹംസയ്ക്ക് 1 ലക്ഷം രൂപ സമ്മാനം നൽകാൻ പറയുമ്പോഴും ഹംസ റഹ്മാനോട് പറയുന്നത് തനിക്ക് ക്യാഷ് ഒന്നും വേണ്ട, പകരം എന്നെ കൂടി നിങ്ങളുടെ ഗ്യാങ്ങിലേക്ക് ചേർക്കണമെന്ന്. അവന്റെ ആ ചോദ്യം അവരുടെ ഉള്ളിലെല്ലാം സംശയം ഉണ്ടാക്കി. എന്നാൽ അവൻ പറയുന്നുണ്ട് താനും ഒരു ബലൂജിയാണെന്ന്. നിങ്ങൾ ബലൂജികളായ ആൾക്കാർക്ക് വേണ്ടി പോരാടുന്നതിനെ പറ്റി എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കാനാണ് എനിക്ക് ആഗ്രഹമെന്ന് അയാൾ പറയുന്നു. അവന്റെ മനസ്സറിഞ്ഞു കഴിഞ്ഞപ്പോൾ റഹ്മാൻ അവനെ കൂടെ കൂട്ടി. ഈ റഹ്മാന്റെ പത്താൻ ഗ്യാങ് ആകട്ടെ PAP എന്നൊരു പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ പാർട്ടിയുടെ നേതാവായ ജമീല് ഉസൈറിനോട് റഹ്മാനോടും പറയുന്നുണ്ട് മകനെ കൊന്നതിന് ഇപ്പൊ നീ പകരം വീട്ടാൻ നിൽക്കണ്ട എന്ന്. ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇപ്പൊ നീ പകരം വീട്ടിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവുകയും ഭരണം നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. ഇവരെല്ലാരെ സംബന്ധിച്ച് ഈ ലാരി ടൗണിന്റെ ഭരണം അവർക്ക് പിടിച്ചെടുക്കും.
പിടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ കറാച്ചിയുടെ ഭരണം പിടിച്ചെടുക്കാൻ പറ്റൂ. കറാച്ചിയുടെ ഭരണം കൈവശം വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ മുഴുവൻ അവരുടെ കയ്യിലായതിന് തുല്യമാണ്. തൽക്കാലം റഹ്മാൻ മകന്റെ മരണത്തിന് തന്റെ അച്ഛൻ ബാബുവിനോട് പകരം വീട്ടാനൊന്നും നിന്നില്ല. അയാൾ തന്റെ ജോലികളിലേക്ക് കടന്നു. അവരുടെ കൂടെ കൂടിയ ഹംസയെ അവർ തങ്ങളുടെ സങ്കേതങ്ങളെല്ലാം കൊണ്ട് കാണിക്കുന്നു. അവന് താമസിക്കാൻ ഒരു മുറിയും കൊടുക്കുന്നു. റഹ്മാന്റെ ഗ്യാങ്ങില് ഉസൈറിനെ കൂടാതെ മെയിനായിട്ട് വേറെ 2 പേര് കൂടി ഉണ്ടായിരുന്നു. ഡോങ്ക എന്നും സിയാഹി എന്നുമാണ് അവരുടെ പേര്. തന്റെ മകന്റെ മരണത്തിൽ താൻ പകരം വീട്ടാതിരുന്നത് മണ്ടത്തരമാണെന്ന് റഹ്മാൻ തന്റെ ഗ്യാങ്ങിനോട് ചോദിക്കുമ്പോൾ ഹംസ ഒഴിച്ച് എല്ലാവരും പറയുന്നത് ഇലക്ഷൻ സമയത്ത് പ്രശ്നത്തിന് പോകണ്ട എന്നാണ്. എന്നാൽ ഹംസ റഹ്മാനോട് പറയുന്നു, ഞാനായിരുന്നെങ്കിൽ എപ്പോഴേ അയാളെ കൊന്നിരുന്നേനെ എന്ന്. ബാബുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഹംസ റഹ്മാനെ എൻകറേജ് ചെയ്യുകയായിരുന്നു. അത് കേട്ട് രക്തം തെളിച്ച റഹ്മാനാകട്ടെ രണ്ടും കൽപ്പിച്ച് പ്ലാൻ ചെയ്ത് ബാബുവിനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. ബാബുവിന്റെ ഗ്യാങ്ങിലുള്ള പല ആൾക്കാരെയും റഹ്മാന്റെ ആൾക്കാര് പലയിടത്ത് വെച്ചും അറ്റാക്ക് ചെയ്യുന്നു. ഒരവസരം കിട്ടിയപ്പോൾ കറക്റ്റായിട്ട് റഹ്മാൻ ബാബുവിനെ പിടിക്കുകയും നടു റോഡിൽ വെച്ചിട്ട് അയാളെ ക്രൂരമായി അടിച്ചു കൊല്ലുകയും ചെയ്യുന്നു. അതോടുകൂടി ആ ലാരി ടൗണിന്റെ അധികാരം എല്ലാം തന്നെ റഹ്മാന്റെ കയ്യിലേക്ക് എത്തി. ഇലക്ഷനിൽ റഹ്മാൻ സപ്പോർട്ട് ചെയ്യുന്ന ജമീലിന്റെ PAP പാർട്ടി വിജയിക്കുകയും ഭരണത്തിൽ വരികയും ചെയ്തു. ആ പാർട്ടിയിൽ വെച്ചിട്ട് ഹംസയാകട്ടെ ജമീലിന്റെ മകൾ യെലീനെ കാണുകയും കണ്ട മാത്രയില് അവളോടൊരു ഇഷ്ടം തോന്നുകയും ചെയ്യുന്നു. യെലീനയെ ഹംസയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അച്ഛന്റെ വിജയത്തിലൊന്നും പങ്കുചേരാതെ എപ്പോഴും ഫോണും നോക്കി അവൾ ഇരിക്കുന്നതിന് അവളുടെ ഉമ്മ അവളെ വന്ന് വഴക്ക് പറയുമ്പോൾ ഹംസയാണ് അവളെ ഹെൽപ്പ് ചെയ്യുന്നത്. ജമീലിന്റെ കൂടെ പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന റഹ്മാനെ കാണാൻ വേണ്ടിയിട്ട് ഖനാനി ബ്രദേഴ്സ് എന്ന് പറയുന്ന 2 പേർ വരുന്നുണ്ട്. ഈ PAP പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് മുഴുവൻ കൊടുക്കുന്നത് ഇവരായിരുന്നു. എങ്ങനെ ജമീലിന്റെ കൂടെ നിൽക്കാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കിക്കൂടെ എന്ന് റഹ്മാനോട് അവർ ചോദിക്കുന്നു. ഇത് കണ്ടിട്ട് ജമീലിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. ജമീൽ എങ്ങനെയൊക്കെയോ റഹ്മാനെയും ഈ ഖനാനി ബ്രദേഴ്സിനെയും തമ്മിൽ അകറ്റാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. റഹ്മാൻ എന്നും തന്റെ താഴെ തന്നെ നിൽക്കണമെന്നായിരുന്നു ജമീലിന്റെ ഉദ്ദേശം. എന്നാൽ ഖനാനി ബ്രദേഴ്സിനോട് സംസാരിച്ചു കഴിയുമ്പോൾ റഹ്മാൻ ആകട്ടെ ജമീലിനോട് പറയുന്നത്, ഞാൻ നിങ്ങളുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ എന്റേതായ ഒരു ചെറിയ പാർട്ടി ഉണ്ടാക്കിക്കോട്ടെ എന്നാണ്. ആ സമയം ജമീൽ അതിന് എതിർപ്പൊന്നും പറഞ്ഞില്ല. പൊതുവെ അങ്ങനെ ആരെയും പേടിക്കാത്ത റഹ്മാന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ എതിരാളി ഉണ്ടായിരുന്നു. SP ചൗധരി അസ്ലാം എന്നായിരുന്നു അയാളുടെ പേര്. ഒരിക്കൽ ലാരി ടൗണിന്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് റഹ്മാനെ അയാൾ കൈയോടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് റഹ്മാൻ പുറത്തിറങ്ങിയത്. ഇപ്പോൾ സസ്പെൻഷനിൽ കഴിയുന്ന അസ്ലാം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് റഹ്മാൻ ഇങ്ങനെ സ്വസ്ഥമായി വിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. 7 വർഷമായി അസ്ലാം ഇവിടെ നിന്ന് പോയിട്ട്. സ്വന്തം പാർട്ടി രൂപീകരിക്കുന്നതിനെ പറ്റി ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉസൈർ ആകട്ടെ റഹ്മാനോട് പറയുന്നുണ്ട്, ഈ ഖനാനി ബ്രദേഴ്സിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നതാ നമുക്ക് നല്ലതെന്ന്. അവരുടെ കയ്യിൽ ഒരുപാട് ഫണ്ടുണ്ട്. അടുത്തിടെ ഇന്ത്യയുടെ 500,000 നോട്ടുകൾ പ്രിന്റ് ചെയ്യുന്ന ആ ഒരു പ്ലേറ്റ് ഖനാനി ബ്രദേഴ്സിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അവർ കള്ളനോട്ടുണ്ടാക്കുകയും അത് നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ UP-യിലാണ് ഇത് കൂടുതലും അവർ ഇറക്കുമതി ചെയ്യുന്നത്. അവിടെയുള്ള ചില മിനിസ്റ്റേഴ്സ് ഇതിനവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ഒരുപാട് പണം ഇവർ ഉണ്ടാക്കുന്നു. അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കും ഗുണമേ ഉണ്ടാകൂ എന്ന് ഉസൈർ റഹ്മാനോട് പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു നമ്മുടെ നായകൻ ഹംസ. പാകിസ്ഥാനില് ഇന്ത്യയുടെ കള്ളനോട്ട് അടിക്കുന്നത് അയാൾക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും ഹംസ ഇപ്പോൾ റഹ്മാന്റെ വിശ്വസ്തനാണ്. റഹ്മാൻ ഹംസയ്ക്ക് ഒരു ബൈക്ക് സമ്മാനമായി നൽകുന്നു. അതും എടുത്തുകൊണ്ട് ഹംസ നേരെ പോകുന്നത് വലിയ ആൾക്കാരുടെ മക്കൾ നടത്തുന്ന ഒരു പാർട്ടിയിലേക്കാണ്. സെക്യൂരിറ്റിയുടെ കണ്ണുവെട്ടിച്ച് ഹംസ പാർട്ടിയിൽ കടക്കുകയും അവിടെ വെച്ചിട്ട് എലീനെ കാണുകയും ചെയ്യുന്നു. അവളുമായിട്ട് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് ഹംസ മനഃപൂർവ്വം അവിടുത്തെ സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നുണ്ട് ഇവിടെ ഇല്ലീഗലായിട്ടൊരു പാർട്ടി നടക്കുന്നുണ്ടെന്ന്. പോലീസുകാർ അവിടേക്ക് വന്നപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം പലയിടത്തേക്ക് ഓടിപ്പോയി. ഓൾറെഡി തന്നെ ഹംസ എലീനയുടെ കാറ് കേടാക്കി വെച്ചിരിക്കുകയായിരുന്നു. അവള് രക്ഷപ്പെടാൻ കാർ എടുത്ത് സ്റ്റാർട്ട് ചെയ്തതും അത് വർക്ക് ചെയ്യുന്നില്ല. ആ സമയം തന്നെ ഹംസ അവിടേക്ക് തന്റെ ബൈക്കിൽ വരികയും എലീനെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ പരസ്പരം പരിചയപ്പെടുന്നു. എലീനയ്ക്ക് ഈ നാട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും പോകണമെന്നായിരുന്നു. അതിനു വേണ്ടിയിട്ട് തനിക്ക് മെഡിസിൻ പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കോച്ചിങ്ങിന് ചേർന്നിരിക്കുകയാണ്. ഹംസ ഒരു പാവപ്പെട്ടവനാണെന്നും റഹ്മാന്റെ ഗ്യാങ്ങിലുള്ള ആളാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എലീനെ ഒന്ന് പേടിച്ചെങ്കിലും അവനോട് കൂടുതൽ സംസാരിക്കുമ്പോൾ അവനൊരു പാവമാണെന്ന് എലീനയ്ക്ക് തോന്നുന്നു. ഉമ്മയുമായിട്ട് അവൾ വഴക്കുണ്ടാക്കിയ സമയത്ത് അന്ന് പാർട്ടി പരിപാടിക്കിടെ ഇവൾ ഫോൺ നോക്കിയിരിക്കുന്ന കാരണം അവളുടെ ഫോൺ അവളുടെ ഉമ്മ ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫോൺ ഒന്ന് ഹംസ എടുത്ത് കയ്യിൽ സൂക്ഷിച്ചിരുന്നു. അത് അവൾക്ക് കൊടുക്കുകയും ചെയ്തു ഹംസ. പക്ഷെ കൊടുക്കുന്നതിന് മുമ്പ് തന്റെ നമ്പർ അതിലവൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. തനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം തന്നെ ഹംസ എത്തിക്കുന്നത് ആലമിന്റെ അടുത്താണ്. ആലമിന്റെ കടയുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ഓട്ടോയിലായിരുന്നു അവർ പേപ്പറിൽ എഴുതിയ ഇൻഫർമേഷൻ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ആലമിലൂടെ ആ ഇൻഫർമേഷൻ ഇന്ത്യൻ IB ഓഫീസേഴ്സിന്റെ അടുത്തെത്തും. ഇന്ത്യയുടെ 500,000 നോട്ടുകൾ പാകിസ്ഥാനിൽ പ്രിന്റ് ചെയ്യുന്നത് മനസ്സിലാക്കിയ അജയ് ആകട്ടെ എങ്ങനെയെങ്കിലും തടയണമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു. ഇവിടെ റഹ്മാൻ ഖനാനി ബ്രദേഴ്സിന്റെ കൂടെ ചേർന്നിട്ട് പാകിസ്ഥാനിലുള്ള ISAയുടെ മേജർ ഇക്ബാലിനെ കാണാൻ പോകുന്നു. ഈ ഇക്ബാലിന്റെ ബോസ് അലി സർവാരി എന്ന് പറയുന്ന ഒരാളായിരുന്നു. വരുന്ന ഒക്ടോബർ 3-ാം തീയതി ഇന്ത്യയിൽ എന്തോ ഒരു അക്രമം നടത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. റഹ്മാൻ അവന്റെ പാർട്ടി രൂപീകരിക്കാനുള്ള കാശ് മുഴുവൻ ഇവർ കൊടുക്കും. അതിന് പകരമായിട്ട് ബലൂച്ച് ഗ്യാങ്ങിലുള്ള റഹ്മാൻ ബലൂജികളുടെ നേതാവിനെ പോയി കണ്ട് അവരുടെ അടുത്ത് നിന്നും ഗൺസും മറ്റ് എക്യുപ്മെന്റ്സും കൊണ്ടുവരണം. അത് റഹ്മാനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അത്രയും ഗൺസ് ഈ ഇക്ബാലിന്റെ അടുത്ത് എത്തിക്കുകയാണെങ്കിൽ റഹ്മാന് വേണ്ട പണം ഇക്ബാൽ കൊടുക്കും. അങ്ങനെ കൊണ്ടുവരുന്ന ആ ഗൺസ് എല്ലാം തന്നെ കറാച്ചിയിലേക്ക് കൊണ്ടുവരണമെന്നും കറാച്ചി മാർഗം അത് ഗുജറാത്തിൽ എത്തിക്കാനുള്ള പ്ലാനിംഗ് ആണെന്നും ഹംസയ്ക്ക് ഇവരുടെ സംസാരത്തിൽ
സംസാരത്തിൽ നിന്ന് മനസ്സിലായി. കടൽ മാർഗമായിരുന്നു അവർ ആയുധങ്ങൾ കടത്താൻ തീരുമാനിച്ചിരുന്നത്. റഹ്മാൻ ഇക്ബാലിന്റെ കൂടെ ചേരുന്നുവെന്ന ഇൻഫർമേഷൻ കിട്ടിയ ജമീലാകട്ടെ എങ്ങനെയെങ്കിലും റഹ്മാനെ കൊല്ലണമെന്നുള്ളൊരു പദ്ധതിയിലായിരുന്നു. അതിനുവേണ്ടിയിട്ട് ഒരു തവണ റഹ്മാനെ പിടിച്ചിട്ടുള്ള ആ SP ചൗധരി അസ്ലാമിനെ ജമീൽ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നു. ഒക്ടോബർ 3 ഈ തീവ്രവാദികൾ ഇന്ത്യയിൽ നടത്താൻ പ്ലാനിടുന്ന അക്രമത്തെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഹംസ ആലത്തിനെ അറിയിക്കുകയും ആല ആ ഇൻഫർമേഷൻ ഐബിക്ക് കൈമാറുകയും ചെയ്യുന്നു. ഇന്ത്യയിലേക്ക് വരുന്ന ചരക്കുകളെല്ലാം തന്നെ അവർ കൃത്യമായി വീക്ഷിക്കുകയായിരുന്നു. ആ അക്രമം തടയാനുള്ള മുൻകരുതലുകളെല്ലാം തന്നെ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം ഇക്ബാലിന് വേണ്ടിയിട്ട് ഗൺസും മറ്റും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റഹ്മാൻ നേരെ പോകുന്നത് ബലൂച്ച് യുണൈറ്റഡ് ഫോഴ്സിന്റെ നേതാവായ ഷിറാനിയെ കാണാനായിരുന്നു. അവിടെ എത്തി അയാളുമായിട്ടുള്ള സൗഹൃദം പുതുക്കി അയാളുടെ മകന് മെഡിസിൻ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും തങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തങ്ങളുടെ ലിസ്റ്റിലുള്ള ആയുധങ്ങളെല്ലാം തന്നെ അവരുടെ കയ്യിൽ നിന്ന് പണം കൊടുത്ത റഹ്മാൻ വാങ്ങി. ഇവരെ സംബന്ധിച്ച് പാകിസ്ഥാനിൽ നിന്നും ഇവർക്ക് സ്വാതന്ത്ര്യം വേണം. അതിനുവേണ്ടിയിട്ട് ഇവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. റഹ്മാനും തങ്ങളുടെ കൂടെ അതിന് തന്നെയാണ് നിൽക്കുന്നതെന്നാണ് ഇവർ കരുതിയിരിക്കുന്നത്. ഇവിടെ റഹ്മാനെ കൊല്ലാൻ വേണ്ടിയിട്ട് ജമീല് അസ്ലമിനോട് ഡീല് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്ലമിനെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്കൊരു ഫോഴ്സിന്റെ സഹായം വേണം. ല്യാരി ടാസ്ക് ഫോഴ്സ് എന്നുള്ള പേരിൽ ഒരു ഫോഴ്സ് രൂപീകരിച്ച് സീക്രട്ട് ആയിട്ടൊരു ഓഫീസ് തുടങ്ങി അവിടെ ഇരുന്നു കൊണ്ട് റഹ്മാനെ കൊല്ലാനുള്ള പ്ലാനിങ്ങുകൾ ഇടുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ജമീൽ ചെയ്തു കൊടുക്കാമെന്ന് അസ്ലമിനോട് പറയുന്നു. അസ്ലമും ജമീലും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതെല്ലാം തന്നെ യലീനെ കാണുന്നുണ്ടായിരുന്നു. സൈഡിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ യലീനയും ഹംസയും തമ്മിൽ ആഴത്തിലൊരു പ്രണയത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. പല ഫംഗ്ഷനുകളിലും റഹ്മാനും ജമീലും ഒരുമിച്ചായിരിക്കുമ്പോഴെല്ലാം തന്നെ യലീനയും ഹംസയും തങ്ങളുടേതായ ലോകത്തായിരുന്നു. ഒരു ദിവസം ആലമിന്റെ ഷോപ്പിലേക്ക് ഹംസ യലീനെ കൊണ്ടുവരുന്നു. അവിടെ വെച്ചൊരു പത്രത്തില് അസ്ലമിന്റെ ഫോട്ടോ കണ്ടിട്ട് യലീന ഹംസയോട് പറയുന്നുണ്ട് ഇയാൾ തന്റെ വീട്ടിൽ വന്നിരുന്നുവെന്നും തന്റെ ഉപ്പ ജമീലിന്റെ കൂടെ കൂടിക്കാഴ്ച നടത്തിയെന്നും. ഇതോടെ ഹംസയുടെ മനസ്സിൽ സംശയങ്ങൾ തോന്നാൻ തുടങ്ങി. ജമീലും അസ്ലാമും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അത് റഹ്മാനെതിരെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനാണെന്ന് ഹംസയ്ക്ക് മനസ്സിലായി. ഇവിടെ അജയ് സനയില് ഇന്ത്യയുടെ നോട്ടടിക്കുന്ന പ്ലേറ്റ് എങ്ങനെയാണ് പാകിസ്ഥാനികളുടെ കയ്യിലെത്തിയെന്ന് കണ്ടുപിടിക്കുന്നു. ഇന്ത്യ പ്ലേറ്റുകൾ നിർമ്മിക്കുന്നത് ഒരു ബ്രിട്ടീഷ് കമ്പനിയുടെ സഹായത്തോടു കൂടിയാണ്. അതേ ബ്രിട്ടീഷ് കമ്പനിയിൽ തന്നെയാണ് പാകിസ്ഥാനികളും തങ്ങളുടെ പ്ലേറ്റ് നിർമ്മിക്കുന്നത്. ഈ ഫേക്ക് കറൻസിയുടെ റോ മെറ്റീരിയൽ എല്ലാം തന്നെ ഈ കമ്പനിയിൽ നിന്നാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നത്. ഈ പ്ലേറ്റ്സ് എങ്ങനെ ഇനി ഇവരുടെ അടുത്ത് പോയെന്നല്ലേ. ഇടയ്ക്ക് കറൻസിയിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലേറ്റ്സിൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചേഞ്ച് ചെയ്ത പ്ലേറ്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ തന്നെ ഒരു മന്ത്രിയും മകനുമാണ് പോയത്. ലണ്ടനിൽ നിന്നും നേരെ വരേണ്ടവരാകട്ടെ തങ്ങളുടെ പ്രൈവറ്റ് ജെറ്റിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ദുബായിൽ ലാൻഡ് ചെയ്ത് അവിടെ വെച്ച് കനാനി ബ്രദേഴ്സും ഇക്ബാലുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ആ പ്ലേറ്റ്സിന്റെ ഒരു കോപ്പി അവർക്ക് നൽകുകയും ചെയ്തു. അങ്ങനെയാണത് പാകിസ്ഥാനിലെത്തുകയും ഈ ഫേക്ക് കറൻസീസ് അവർ അടിച്ചിറക്കി ഇന്ത്യയിലേക്ക് ഒരുപാട് കള്ളപ്പണം ഒഴുകുകയും ചെയ്തത്. തെളിവുകൾ ഇത്രയും കയ്യിലുണ്ടായിട്ടും അതൊന്നും ഇപ്പോഴും അവർക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. മിനിസ്റ്റേഴ്സ് എല്ലാം ഇവർക്കെതിരാകുമെന്ന് ഇവർക്കറിയാം. ഇവരെ ജോലിയിൽ നിന്നും പുറത്താക്കും, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. ഇതിനെല്ലാം എതിർക്കാൻ പ്രാപ്തിയുള്ള ഒരു ഗവൺമെന്റ് എന്നെങ്കിലും ഇന്ത്യയിൽ വരും. ആ സമയത്ത് ഈ തെളിവുകളെല്ലാം അവർക്ക് കൊടുക്കാനായിരുന്നു ഈ IB ഉദ്യോഗസ്ഥരുടെ പ്ലാനിങ്. നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കൾ പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ഈ രാജ്യത്തിനകത്ത് തന്നെ ജീവിക്കുന്നുണ്ടെന്ന് അയാൾ പറയുന്നു. ഇവിടെ റഹ്മാന്റെ വീട്ടിലാകട്ടെ ബലൂജികളുടെ അടുത്ത് നിന്നും അവർ കൊണ്ടുവന്ന ആ ഗൺസ് എല്ലാം തന്നെ ഇക്ബാൽ പറഞ്ഞ പ്രകാരം അവരുടെ താവളത്തിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അന്ന് രാവിലെ റഹ്മാനും അവരുടെ കൂടെ പോകാൻ പ്ലാനിട്ടതാണ്. പക്ഷെ പെട്ടെന്ന് റഹ്മാന്റെ മകന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്വസ്ഥത തോന്നുകയും അയാൾ തന്റെ വൈഫിന്റെയും മകന്റെയും കൂടെ വണ്ടിയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യുന്നു. ഒരു സൈഡിൽ കുറച്ച് ആൾക്കാര് ഗൺസും മറ്റുമായിട്ട് ഇക്ബാലിന്റെ അടുത്തും മറ്റൊരു സൈഡിൽ റഹ്മാൻ മാത്രം തന്റെ വൈഫിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്കും. അയാളുടെ വണ്ടിയിൽ അയാളുടെ വലങ്കൈയായിട്ടുള്ള 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിക്ക് നിന്നിരുന്ന ആൾക്കാരെല്ലാം തന്നെ ഗൺസുമായിട്ട് പോയി. എന്തൊക്കെയോ അസ്വാഭാവികത ആ സമയം ഹംസയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം റഹ്മാന്റെ കുക്ക് റഹ്മാൻ അവിടെ നിന്ന് ഇറങ്ങിയതും ആരെയും ഫോൺ ചെയ്യുന്നതായിട്ട് ഹംസ ശ്രദ്ധിക്കുന്നു. ഹംസ തന്റെ വണ്ടിയെടുത്ത് ഗൺസുമായി പോയ ആൾക്കാരുടെ പിറകെ പോയി. ഗൺസ് എല്ലാം തന്നെ അവർ കറക്റ്റ് ആയിട്ട് ഇക്ബാലിനെ ഏൽപ്പിക്കുന്നു. ആ ഗൺസ് അപ്പോഴും എന്തിനാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇക്ബാൽ തന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് പേരുടെ കയ്യിൽ ആ ഗൺസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തില് അജ്മൽ എന്ന് പറയുന്ന ഒരു പയ്യനും ഉണ്ടായിരുന്നു. അവൻ ഗണ്ണെടുക്കാൻ വന്നപ്പോ അവന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന പെട്ടിയിൽ നിന്ന് ഗണ്ണെടുത്ത് കൊടുത്തത് ഹംസയാണ്. ഗൺസിന് പകരമായിട്ട് ഇവർ പറഞ്ഞ പ്രകാരം പണം ഇക്ബാൽ നൽകി. പക്ഷെ അതേസമയം ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരുന്ന റഹ്മാന്റെ വണ്ടിക്ക് നേരെ SP അസ്ലമിന്റെ ആക്രമണം ഉണ്ടാകുന്നു. റഹ്മാന്റെ മുന്നിൽ ആ സമയം രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അയാളുടെ മകനെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലേ പറ്റൂ. അതുകൊണ്ട് കീഴടങ്ങുകയല്ലാതെ റഹ്മാന് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അയാൾ നേരെ അസ്ലമിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അസ്ലം അയാളുടെ കയ്യിൽ വിലങ്ങണിയിച്ച് അവിടെ നിന്നും കൊണ്ടുപോയി. ഇവിടെ തോക്ക് കൈ കിട്ടിയ ഇക്ബാലിന്റെ ആൾക്കാരെല്ലാം ചേർന്നിട്ട് അല്ലാഹു അക്ബർ വിളിച്ചുകൊണ്ട് ആ തോക്കുയർത്തുന്നു. ഇവരെന്തൊക്കെയാണ് ഈ പ്ലാൻ ചെയ്യുന്നതെന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് ഇവിടെ ഹംസ. ഒക്ടോബർ 3 നിങ്ങളെന്തോ മിഷൻ പ്ലാൻ ചെയ്തിട്ടില്ലേ, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണോ ഇതെന്ന് ഇക്ബാലിനോട് ഹംസ ചോദിക്കുമ്പോൾ ഇക്ബാൽ പറയുന്നുണ്ട് ആ പ്ലാൻ ഞങ്ങൾ ക്യാൻസൽ ആക്കിയെന്ന്. കാരണം ഇവിടെ നിന്ന് ആ ഇൻഫർമേഷൻ ലീക്കായി. എങ്ങനെയോ അത് ഇന്ത്യൻസ് അറിഞ്ഞു. അതുകൊണ്ട് തൽക്കാലം അന്നൊരു അക്രമം നടത്താൻ അവർ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത ആളെ ഞങ്ങൾ കൈയോടെ പിടിച്ചു എന്നാണ് ഇക്ബാൽ പറയുന്നത്. ഹംസയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ശരീരത്തിലെ ഓരോ ഭാഗത്തും ചെറിയ കൊളുത്തുകൾ കയറ്റിയിറക്കി അതിക്രൂരമായി ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നും അവർ തിരിച്ചു പോകാൻ നേരത്താണ് ഉസൈറിന്റെ ഫോണിലേക്ക് റഹ്മാന്റെ കൂടെ
ഉണ്ടായിരുന്ന ആൾക്കാരുടെ കോള് വരുന്നത് റഹ്മാനെ അസ്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ഉസൈറിനാകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. പക്ഷെ ആ സമയം ഹംസയുടെ മനസ്സിൽ റഹ്മാന്റെ കുക്ക് ആരെയോ വിളിക്കുന്ന കണ്ട ആ ഒരു കാഴ്ച ഓർമ്മ വരുന്നു. ഇതിന്റെ പിന്നിൽ റഹ്മാന്റെ കുക്കായിരിക്കുമെന്ന് ഹംസയ്ക്ക് ഉറപ്പായിരുന്നു. വീട്ടിലെത്തിയ ഹംസയാകട്ടെ ആ കുക്കിനെ പിടിച്ച് നന്നായിട്ടൊന്ന് പെരുമാറി അയാൾ സത്യങ്ങൾ വെളിപ്പെടുത്തി. റഹ്മാനെ ഒറ്റിക്കൊടുത്തത് അയാൾ തന്നെയാണ്. ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുമ്പോൾ അർഷദ് പപ്പുവിന് വേണ്ടിയിട്ടാണെന്നാണ് അയാൾ പറയുന്നത്. ബാബു ദൈക്യത്തിനെയും റഹ്മാൻ ദൈക്യത്തിനെയും കൂടാതെ ഈ ലാരി ടൗണിൽ ഒരു ഗുണ്ട കൂടി ഉണ്ടെന്ന് തുടക്കമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇതാണ് അർഷദ് പപ്പു. ഇവരിങ്ങനെ ആ കുക്കിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹംസയ്ക്ക് യലീനയുടെ കോള് വരുന്നു. അസ്ലമുമായിട്ട് അവളുടെ ഉപ്പ കൂടിക്കാഴ്ച നടത്തുന്നത് പറഞ്ഞപ്പോ തന്നെ ഹംസ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ തനിക്ക് തരണമെന്ന്. എലീന തന്റെ വീട്ടിൽ നടന്ന ഒരു കൂടിക്കാഴ്ചയുടെ വീഡിയോസ് എടുത്ത് ഹംസയ്ക്ക് അയച്ചു കൊടുക്കുന്നു. അതിൽ ജമീലിന്റെ കൂടെ അസ്ലാമും ഉണ്ടായിരുന്നു, അർഷദ് പപ്പു ഉണ്ടായിരുന്നു. ഇവർ 3 പേരും ചേർന്നിട്ടാണ് റഹ്മാനെ കൊല്ലാനുള്ള പ്ലാൻ ഇട്ടത്. അർഷദ് പപ്പുവിന് വേണ്ടതും ലാരി ടൗൺ ആണ്. റഹ്മാനെ അസ്ലാം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാട്ടിൽ കൊണ്ടുപോയി അയാളെ കൊല്ലുമെന്ന് ഹംസയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹംസ ആ സമയം ഒരു പ്ലാൻ ഇടുന്നു. അവൻ മാത്രമേ ആ വീഡിയോ കണ്ടിട്ടുള്ളൂ. അവൻ ആ വീഡിയോ നേരെ ജമീലിന് അയച്ചു കൊടുക്കുന്നു. നിങ്ങളെ പറ്റിയുള്ള എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിയെന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് റഹ്മാനെ വിട്ടു തന്നില്ലെങ്കിൽ ഈ വീഡിയോ സകല ന്യൂസ് ചാനലിലും കൊടുക്കുമെന്നും നിങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുമെന്നും ഹംസ അയാളെ ഭീഷണിപ്പെടുത്തുന്നു. റഹ്മാനെ കൊല്ലാൻ പ്ലാൻ ഇടുന്ന ആ വീഡിയോ ന്യൂസ് ചാനലുകളിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഇയാളുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. കൂടാതെ ഹംസയാകട്ടെ യലീനയോട് ഫോൺ ഓഫ് ചെയ്ത ശേഷം തന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ ഹംസ പറഞ്ഞ പ്രകാരം അങ്ങനെ തന്നെ ചെയ്തു. നിങ്ങളുടെ മകളും എന്റെ കസ്റ്റഡിയിലാണെന്ന് ജമീലിനോട് ഹംസ പറഞ്ഞതോടെ ജമീൽ വീട്ടിലെല്ലാം എലീനെ അന്വേഷിക്കാൻ തുടങ്ങി. അവളെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. എലീന ഹംസയുടെ അടുത്താണെന്ന് മനസ്സിലാക്കിയ ജമീലാകട്ടെ ഹംസയോട് പറയുന്നുണ്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഈ വീഡിയോ പുറത്താക്കരുത്, എന്റെ മകളെ ഒന്നും ചെയ്യരുത്. ഹംസയുടെ പേടിയില് ജമീല് അസ്ലമിനെ വിളിച്ച് സംസാരിച്ചെങ്കിലും അസ്ലമ പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും താൻ റഹ്മാനെ കൊല്ലുമെന്ന്. താൻ പറഞ്ഞിട്ട് അസ്ലം കേൾക്കുന്നില്ല എന്ന് ജമീല് ഹംസയോട് പറയുമ്പോൾ ഹംസ ആകെ ചോദിക്കുന്നത് അസ്ലമിന്റെ ആ ലാരി ടാസ്ക് ഫോഴ്സിന്റെ സീക്രട്ട് ഓഫീസ് എവിടെയാണെന്നാണ്. ആ ഓഫീസ് എവിടെയാണെന്ന് ജമീൽ പറഞ്ഞു കൊടുത്തതും ഹംസ തന്റെ ആൾക്കാരെയും കൂട്ടി ആ ഓഫീസിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം പിടിച്ച് ടോർച്ചർ ചെയ്യാൻ ആരംഭിച്ചു. അതിനുശേഷം അസ്ലമിനെ വീഡിയോ കോൾ ചെയ്ത് അതെല്ലാം കാണിച്ചു കൊടുക്കുന്നു. റഹ്മാനെ കൊല്ലാൻ തുനിഞ്ഞു നിന്ന അസ്ലമാകട്ടെ ഇത് കണ്ടതോടുകൂടി റഹ്മാനെ കൊല്ലണ്ടാന്ന് തീരുമാനിക്കുന്നു. അയാളെ സംബന്ധിച്ച് അയാളുടെ ഫോഴ്സിലെ ആൾക്കാരെ അയാൾക്ക് രക്ഷിച്ചെങ്കിലേ പറ്റൂ. അങ്ങനൊടുവിൽ അസ്ലമാകട്ടെ ഹംസ പറഞ്ഞ പ്രകാരം ഒരു പാലത്തിലേക്ക് വരികയും റഹ്മാനെ ഹംസയ്ക്കും കൂട്ടർക്കും വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ആ സമയം അസ്ലമിന് അറിയേണ്ടത് ആരാണ് ഹംസ എന്നായിരുന്നു. തന്നെ ഇത്രയധികം ഭയപ്പെടുത്തിയ ഹംസയെ അസ്ലം ഒന്ന് നോട്ടമിട്ട് വെക്കുന്നു. എന്നെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോയ ഹംസയോട് റഹ്മാന് അത്രയധികം സ്നേഹം തോന്നാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും ഹംസ റഹ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അർഷദ് പപ്പുവിന്റെയും അസ്ലമിന്റെയും കൂടെ റഹ്മാനെ തീർക്കാൻ വേണ്ടിയിട്ട് ജമീൽ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നുവെന്ന്. ആ വീഡിയോയും റഹ്മാനെ ഹംസ കാണിച്ചിട്ടില്ല. താൻ ജമീലിന്റെ മകൾ യലീനെ പ്രണയിക്കുന്ന കാര്യം ഹംസ ഉസൈറിനോട് പറയുകയും ഉസൈർ വഴി അത് റഹ്മാൻ അറിയുകയും ചെയ്യുന്നു. അവരുടെ ബന്ധത്തിലെല്ലാം തന്നെ റഹ്മാൻ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ജമീലിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി വന്ന യലീനയാകട്ടെ അപ്പോഴും ഹംസയുടെ വീട്ടിൽ തന്നെയാണ്. അങ്ങനെ പിന്നീട് റഹ്മാനും ഗ്യാങ്ങും ഇക്ബാലിന്റെയും കനാനയുടെയും അടുത്തേക്ക് എത്തുമ്പോൾ കാണുന്നത് അവിടെ എല്ലാവരും കൂടി നിന്ന് ചിരിക്കുന്നതായിരുന്നു. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ ഹംസയാകട്ടെ അവിടേക്ക് പോയി നോക്കുമ്പോൾ കാണുന്നത് അവരെല്ലാവരും ന്യൂസ് ചാനൽ കാണുന്നതാണ്. ഇന്ത്യയിലെ താജ് ഹോട്ടലിൽ നടക്കുന്ന തീവ്രവാദി അക്രമത്തിന്റെ ന്യൂസുകളായിരുന്നു അത്. അവിടെ ലൈവായിട്ട് അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ഇവരിവിടെ കണ്ടിരുന്ന് രസിക്കുന്നു. ശരിക്കും ഈ കാഴ്ച ഹംസയെ തകർത്തു. ആ ആയുധങ്ങളെല്ലാം ഇവർ കൊണ്ടുപോയത് താജ് ഹോട്ടൽ ആക്രമിക്കാനാണെന്ന് ഹംസയ്ക്ക് അറിയില്ലായിരുന്നു. ആ ഭീകരാക്രമത്തിന്റെ മെയിൻ ആളാകട്ടെ അജ്മൽ എന്ന് പറയുന്ന ആ പയ്യനും. ഹംസ അവന്റെ കയ്യിലേക്ക് ആ തോക്കെടുത്ത് കൊടുക്കുമ്പോഴും ഹംസയ്ക്ക് അറിയില്ലായിരുന്നു സ്വന്തം ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് താൻ ഇതുപോലൊരു ടെററിസ്റ്റിന്റെ കയ്യിൽ തോക്കെടുത്ത് കൊടുക്കുന്നതെന്ന്. കാരണം ഓൾറെഡി ഇൻഫർമേഷൻ അവർ കൊടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ ഇതിനെല്ലാം തന്നെ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നായിരുന്നു ഹംസ വിചാരിച്ചുകൊണ്ടിരുന്നത്. 2008 നവംബർ 26 മുംബൈ താജ് ഹോട്ടലിൽ യഥാർത്ഥത്തിൽ നടന്ന ആ അക്രമത്തിന്റെ ദൃശ്യങ്ങളും നമ്മളെ ഈ മൂവിക്കിടെ കാണിക്കുന്നുണ്ട്. ഇക്ബാൽ ഇവിടെ ഇരുന്നു കൊണ്ട് ആ തീവ്രവാദികൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയായിരുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് നിസ്സഹായനായി നിൽക്കുന്ന ഹംസയും ടെററിസ്റ്റുകൾ ബന്ദിയാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഇന്ത്യൻ ആർമി നടത്തുന്ന ശ്രമങ്ങളെല്ലാം തന്നെ ലൈവായിട്ടെന്ന് ടിവിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. മീഡിയ അന്ന് കാണിച്ച ആ ഒരു മണ്ടത്തരം ടെററിസ്റ്റുകൾ മുതലെടുക്കുകയായിരുന്നു. പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് അവർ ഈ ലൈവ് ടിവി ടെലികാസ്റ്റിംഗ് കാണുകയും താജ് ഹോട്ടലിനുള്ളിലുള്ള ടെററിസ്റ്റുകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ആ സമയത്ത് അറ്റാക്ക് ചെയ്യാൻ വന്ന ടെററിസ്റ്റുകൾക്കും അവരുടെ ലീഡറിനും ഇടയിൽ നടന്ന ഫോൺ സംഭാഷണം ഇന്ത്യൻ ആർമി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംഭാഷണമാണ് ഇനി നമ്മളെ കേൾപ്പിക്കുന്നത്. ഒരു രീതിയിലും ഭയക്കേണ്ടതില്ല എന്ന് ടെററിസ്റ്റുകളുടെ ലീഡർ അവരോട് പറയുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ഇന്ത്യൻ ആർമിയുടെ ബുള്ളറ്റുകൾ കയറിയാലും ഈ മിഷൻ നമ്മൾ വിജയിച്ചു എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൽ കാത്തിരിക്കുന്നുണ്ട്. ഹോട്ടലിലുള്ള ആൾക്കാരെയെല്ലാം തങ്ങൾ കൊല്ലണമോ അതോ കുറച്ചുപേരെങ്കിലും ജീവനോടെ വിടണോ എന്ന് ആ ടെററിസ്റ്റുകൾ ചോദിക്കുമ്പോൾ അവരുടെ ലീഡർ പറയുന്നത് ഒരാളെ പോലും വെറുതെ വിടരുതെന്നും എല്ലാവരെയും കൊല്ലണമെന്നുമാണ്. ബന്ദികളാക്കിയിരിക്കുന്ന എല്ലാവരെയും നിരത്തി നിർത്തി അവരുടെ തലയുടെ ബാക്കിൽ നിന്ന് വേണം ഷൂട്ട് ചെയ്യാൻ. ബന്ദികളാക്കിയ ആൾക്കാരെല്ലാം നിരത്തി നിർത്തി നേതാവ് പറഞ്ഞ പ്രകാരം ആ ടെററിസ്റ്റുകൾ ഷൂട്ട് ചെയ്തു. ആ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഇക്ബാലിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അല്ലാഹു അക്ബർ വിളിക്കുകയും സന്തോഷത്തോടുകൂടി ആ വിജയം ആഘോഷിക്കുകയും
സന്തോഷിക്കുകയും ചെയ്യുന്നു. തന്റെ കണ്ണുകൾ നിറഞ്ഞു വരുമ്പോഴും ഹംസയ്ക്ക് എതിർത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവരുടെ കൂടി അവർ പറയുന്നത് ഏറ്റുവിളിച്ചുകൊണ്ട് നിൽക്കാനേ ഹംസയ്ക്ക് സാധിച്ചുള്ളൂ. ആകെ തകർന്നുപോയ ഹംസ അവിടെ നിന്നും നേരെ എത്തുന്നത് ആലമിന്റെ അടുത്തേക്കാണ്. ഇത്രയും ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഹംസ ആലമിനോട് ചോദിക്കുന്നു. എന്നാൽ ആലം പറയുന്നുണ്ട്, നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ ഒക്ടോബർ 3 അവർ പ്ലാൻ ചെയ്തിരുന്ന ആ ഒരു അക്രമത്തെ പറ്റിയായിരുന്നു. ആ ഇൻഫർമേഷൻ ലീക്കായെന്ന് മനസ്സിലായതോടുകൂടി അവരവരുടെ അക്രമം വേണ്ടാന്ന് വെച്ചെന്നാണ് കരുതിയത്. പുതുതായിട്ട് അവർ വീണ്ടും പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ ഹംസയ്ക്കോ ആലമിനോ അറിയില്ലായിരുന്നു. എന്തെങ്കിലും ഒരു സൂചന ഇവർക്ക് കിട്ടിയിരുന്നെങ്കിൽ വരാൻ പോകുന്ന അക്രമത്തെപ്പറ്റി അവർ അപ്പൊ തന്നെ ഇന്ത്യൻ ആർമിയെ അറിയിച്ചിരുന്നേനെ. അവൻ ഇനി ചെയ്യേണ്ട മിഷനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഡയറി ആലം ഹംസയ്ക്ക് കൈമാറുന്നു. സീൻ എവിടെ കട്ടായി പിന്നീട് കാണിക്കുന്നത് ഇക്ബാല് ആർക്ക് വേണ്ടിയിട്ടാണോ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ആ അലി സർവാനി എന്ന് പറയുന്ന ആളെയാണ്. ജമീൽ ഉൾപ്പെടുന്ന ആ പാർട്ടിയുടെ എല്ലാം തന്നെ തലവൻ അയാളായിരുന്നു. അയാൾ ജമീലിനെയും വേദിയിലിരുത്തിക്കൊണ്ട് ജനങ്ങളോട് സംസാരിക്കുന്നു. അടുത്ത ഇലക്ഷനിൽ PAP പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നത് റഹ്മാനാണെന്നാണ് അയാൾ പറയുന്നത്. തന്റെ പേര് പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ജമീലിന് അത് വലിയൊരു തിരിച്ചടിയായിരുന്നു. അവിടെയുണ്ടായിരുന്ന ജനങ്ങളെല്ലാം തന്നെ റഹ്മാനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന ജമീലിനെ ഹംസ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ഇലക്ഷനിൽ റഹ്മാൻ മത്സരിക്കുന്നെന്ന് മനസ്സിലാക്കിയ അർഷദ് പപ്പുവും ആകെ ദേഷ്യത്തിലായിരുന്നു. ഇപ്പോൾ റഹ്മാന് എതിരാളികളായിട്ട് അർഷദ് പപ്പുവും അസ്ലമും ജമീലും എല്ലാം തന്നെയുണ്ട്. തന്റെ വീട്ടിലെത്തിയ ഹംസയാകട്ടെ ആ ഡയറിയിൽ എന്തൊക്കെയോ എഴുതുന്നു. അവൻ എഴുതുന്ന കാര്യങ്ങൾ അങ്ങനെ ആർക്കും കാണാൻ കഴിയില്ല. ഒരു ലിക്വിഡ് തേക്കുമ്പോൾ മാത്രമേ ആ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് തെളിഞ്ഞു വരികയുള്ളൂ. ഇലക്ഷന്റെ ന്യൂസ് ഒക്കെ കണ്ടിട്ട് എലീന പറയുന്നുണ്ട്, തന്റെ ഉപ്പയ്ക്ക് ഇതെല്ലാം നഷ്ടേ ഉണ്ടാക്കുമെന്ന്, ആളുടെ പ്രതീക്ഷകളെല്ലാം കൈവിട്ടിട്ടുണ്ടാകുമെന്ന്. എന്നാൽ ഇത് കേട്ടുകൊണ്ട് ഹംസ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഉപ്പയെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ, എനിക്കൊന്ന് സംസാരിക്കണമെന്ന്. അങ്ങനെ ഹംസ ജമീലിനുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തുന്നു. ഇത് ഹംസയുടെ ഒരു പ്ലാനിംഗ് ആയിരുന്നു. ജമീലിന് എന്തായാലും റഹ്മാനെ ഇവിടെ നിന്ന് ഒഴിവാക്കാനാണ് ഇഷ്ടം. അയാൾക്ക് അധികാരത്തിലെത്തണം. ഹംസയ്ക്ക് ഈ ലാരി ടൗണിന്റെ മേൽ ഒരു കണ്ണുണ്ട്. എലീന എന്തായാലും ഹംസയുടെ വൈഫായിട്ട് ഇവിടെ താമസിക്കുകയാണ്. ബന്ധം പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ജമീലിന്റെ മരുമകനാണ് ഹംസ. ഇവർ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ റഹ്മാനെ ഇല്ലാതാക്കാൻ പറ്റും. ലാരി ടൗൺ റഹ്മാൻ കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ മരുമകനായ ഞാൻ എടുക്കുന്നതല്ലേ എന്ന് ഹംസ ചോദിക്കുമ്പോൾ ഒരു നിമിഷം ജമീൽ അത് ചിന്തിക്കുന്നു. ഹംസയുടെ ആ പ്ലാനിങ്ങിന് ജമീൽ ഓക്കെ പറയുന്നു. കാരണം അസ്ലാമിന്റെയും അർഷദ് പപ്പുവിന്റെയും കൂടെ ജമീൽ റഹ്മാനെ കൊല്ലാൻ ശ്രമിച്ച കാര്യങ്ങളൊന്നും ഇപ്പോഴും ഹംസ റഹ്മാനോട് പറഞ്ഞിട്ടില്ല. ആ വീഡിയോ ഇപ്പോഴും ഹംസയുടെ കയ്യിലുണ്ട്. ജമീലിന്റെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അയാളുടെ മുന്നിൽ വെച്ച് ആ വീഡിയോയും കൂടി ഹംസ ഡിലീറ്റ് ചെയ്ത് കാണിക്കുന്നു. അതോടെ ജമീലിന് ഉറപ്പായി ഹംസ തന്റെ കൂടെ തന്നെ നിൽക്കുമെന്ന്. അങ്ങനെ എലീനയുടെ ഹംസയുടെ വിവാഹം ആഘോഷപൂർവ്വം അയാൾ നടത്തുകയാണ്. ആ വിവാഹ പരിപാടിയിൽ പങ്കെടുക്കാൻ റഹ്മാൻ ഉൾപ്പെടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ആ പാർട്ടിക്കിടെ ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇവർ നടത്തിയ താജ് ഹോട്ടലിലെ അക്രമത്തെ പറ്റിയായിരുന്നു. സാധാരണ ഇങ്ങനെയൊരു അക്രമം നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ത്യൻസ് തിരിച്ചടിക്കേണ്ടതാണ്. എന്നാൽ ഇതുവരെയും അവരുടെ ഭാഗത്തു നിന്ന് ഒരു അക്രമവും ഉണ്ടായിട്ടില്ല. ഇവർ ഇത്രയും പേടിത്തൊണ്ടന്മാരായി പോയോ, ഇവർ അമേരിക്കയോട് പോയി ഹെൽപ്പ് ചോദിക്കുകയാണോ എന്നൊക്കെ ഇവർ പരസ്പരം സംസാരിക്കുന്നു. ഇക്ബാൽ പറയുന്നുണ്ട്, ISIയുടെ തീരുമാനപ്രകാരം കശ്മീർ മാത്രമല്ല പഞ്ചാബും അവരുടെ ലക്ഷ്യമാണെന്ന്. അതുകൊണ്ട് ആഗസ്റ്റ് 15 അമൃത്സറിൽ അവരൊരു ഭീകരാക്രമണം പ്ലാൻ ഇട്ടിട്ടുണ്ട്. മുംബൈയിൽ നടന്ന പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ വലുതായിട്ടോ ഉള്ളൊരു ആക്രമണം. അതിനുവേണ്ടിയിട്ട് ബലൂച്ച് നേതാക്കളുടെ അടുത്ത് നിന്ന് വീണ്ടും ഇവർക്ക് ഗൺസും ബോംസും ഒക്കെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ അത് റഹ്മാൻ വേണം എത്തിക്കാൻ. ഇവർ അടുത്ത ആക്രമണം പ്ലാൻ ഇടുന്നത് ഞെട്ടലോടുകൂടി ഹംസ കേട്ടിരിക്കുകയായിരുന്നു. ഒരുവിധം എല്ലാവരും നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ട്. എന്നത്തേക്ക് ഈ ആയുധങ്ങൾ എത്തിക്കാമെന്ന് ഇക്ബാൽ ചോദിക്കുമ്പോൾ റഹ്മാനാകട്ടെ ഉസൈറിനോട് പറയുന്നുണ്ട്, എന്റെ ഡേറ്റ്സ് നോക്കിയിട്ട് ഞാൻ ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം പറയാൻ. ഉസൈർ മദ്യപിച്ചിരിക്കുന്നത് കാരണം അവന്റെ കയ്യിൽ ഡയറി എടുത്ത് ആ ഡേറ്റ്സ് എല്ലാം നോക്കുന്നത് ഹംസയായിരുന്നു. 9-ാം തീയതി റഹ്മാൻ ഒരു പൈപ്പ് ലൈനിന്റെ ഉദ്ഘാടനമുണ്ട്. പക്ഷെ അന്നത്തെ ദിവസം അയാൾക്കൊരു പ്രോഗ്രാമും ഇല്ല എന്ന് ഹംസ കള്ളം പറയുന്നു. വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ അന്ന് തന്നെ ആയുധങ്ങൾ കൊണ്ടുതരാമെന്ന് ഇക്ബാലിനോട് റഹ്മാനും പറയുന്നു. ഹംസ തന്റെ ഡയറിയിൽ തന്റെ അടുത്ത മിഷന്റെ പേര് എഴുതിയിരിക്കുന്നത് റഹ്മാൻ ദൈക്കത്തെന്നാണ്. അതായത് റഹ്മാനെ ഇല്ലാതാക്കുകയായിരുന്നു ഹംസയുടെ അടുത്ത പ്ലാൻ. ഇക്ബാൽ പറഞ്ഞ പ്രകാരം ആയുധങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഓർഡർ കൊടുക്കാൻ പോകുന്നത് ഹംസയാണ്. ബലൂജി നേതാവിന്റെ അടുത്ത് 9-ാം തീയതി ആയുധങ്ങൾ എടുക്കാൻ ഉസൈർ വരുമെന്ന് പറയുന്നു. അങ്ങനെ 9-ാം തീയതി പൈപ്പ് ലൈനിന്റെ ഉദ്ഘാടനത്തിന് റഹ്മാൻ പോകുന്നു. ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഹംസയ്ക്ക് കോള് വരുന്നുണ്ട്, ആയുധങ്ങളുമായിട്ട് ബലൂജി നേതാവിന്റെ ആൾക്കാർ എത്തിയിട്ടുണ്ടെന്ന്. അവരൊരിടത്ത് കാത്തു നിൽക്കുകയാണെന്ന്. ഹംസ ഇത് ഉസൈറിനോട് പറയുന്നു. അത് ഇന്ന് തന്നെ എങ്ങനെ വന്നതെന്ന് ഉസൈർ ചോദിക്കുമ്പോൾ അതെല്ലാം തന്നെ റഹ്മാൻ ബായി തന്നെ തീരുമാനിച്ചതെന്ന് ഹംസ പറയുന്നു. കല്യാണത്തിന് അന്ന് നീ മദ്യപിച്ച് അത്യാവശ്യം ബോധമില്ലാതിരുന്നത്, അതുകൊണ്ടാണ് നീ കേൾക്കാതിരുന്നത്. ഞാൻ പോയി ആയുധങ്ങൾ ശേഖരിക്കട്ടെ എന്ന് ഹംസ പറഞ്ഞെങ്കിലും ഉസൈർ പറയുന്നുണ്ട്, ഞാൻ പോയിക്കൊള്ളാമെന്ന്. നീ ഇവിടെ റഹ്മാൻ ബായിക്ക് കാവലായിട്ട് നിന്നാ മതി. ഹംസയുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു. ഉസൈറും ഗ്യാങ്ങും അവിടെ നിന്നും പൈപ്പ് ലൈന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് റഹ്മാനെയും കൂട്ടി ഹംസ വീട്ടിലേക്ക് പോകുന്നു. വണ്ടിയിൽ റഹ്മാനെ ഹംസയും കൂടാതെ ടോങ്കിയും സിയാഹിയും ഉണ്ട്. അവരുടെ തൊട്ടു മുന്നിലായിട്ട് റഹ്മാന്റെ ഒരാൾ ബൈക്കിൽ പോകുന്നുണ്ട്. ഒരു സിഗ്നൽ വെച്ച് ആ ബൈക്കുകാരന്റെ കണ്ണ് വെട്ടിച്ചിട്ട് റഹ്മാനെയും കൂട്ടി ഹംസ ഒരു കാട് വഴിയെ വണ്ടി ഓടിക്കുന്നു. വണ്ടിയിലുണ്ടായിരുന്ന 3 പേര് ഉറക്കമായിരുന്നു. എന്റെ പിറകെ വന്നിരുന്ന വണ്ടി കാണാത്തത് കാരണം മുന്നിൽ വന്നിരുന്ന ആ ബൈക്കുകാരൻ കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ട് വീണ്ടും വണ്ടി തിരിച്ചു വരികയാണ്. അതേസമയം ഹംസ കാർ ഓടിച്ച് ഒരുപാട് ദൂരം മുന്നിലേക്ക് പോയി. ഹംസയും ജമീലും അസ്ലാമും ചേർന്ന് നടത്തിയൊരു പ്ലാനിംഗ് ആയിരുന്നു ഇത്. അസ്ലാമ തന്റെ ഫോഴ്സുമായിട്ട് ആ കാടിന്റെ ഒരു
ഒരു സൈഡിൽ കാത്തു നിൽപ്പുണ്ട്. അവിടേക്ക് റഹ്മാനെ എത്തിക്കാനായിരുന്നു ഹംസയുടെ പ്ലാനിങ്. പക്ഷെ കാട് വഴി പോകുന്നതിനിടയ്ക്ക് റഹ്മാൻ ഉറക്കമുണരുകയും നീ എന്താ ഇതുവഴി പോകുന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. നേരെയുള്ള വഴിയിൽ ട്രാഫിക് ആയിരുന്നതുകൊണ്ടാ താൻ ഇതുവഴി വന്നതെന്ന് പറയുന്നു. മുന്നിലും പിന്നിലും ഉണ്ടായിരുന്ന അയാളുടെ സെക്യൂരിറ്റി ആൾക്കാരില്ല. അവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹംസ പറയുന്നുണ്ട് ബൈക്കിലുണ്ടായിരുന്ന ആള് സിഗ്നലിൽ പെട്ടുപോയെന്നും ബാക്കിൽ വണ്ടിയിൽ വരേണ്ടിയിരുന്ന ഉസൈറാകട്ടെ ഇക്ബാലിന് വേണ്ടിയിട്ട് ആയുധങ്ങൾ ശേഖരിച്ച് കൊണ്ടുകൊടുക്കാൻ പോയെന്നും. അത് ഇന്നത്തെ ദിവസം എങ്ങനെ വന്നതെന്ന് റഹ്മാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെയല്ലേ അന്ന് ഫിക്സ് ചെയ്തതെന്ന് ഹംസ പറയുന്നു. ആ നിമിഷം റഹ്മാൻ ഓർക്കുന്നുണ്ട് കല്യാണ ദിവസം 9-ാം തീയതി തനിക്കൊരു പ്രോഗ്രാമും ഇല്ലാന്നും അന്ന് തന്നെ ആയുധങ്ങൾ കൊടുക്കാമെന്നും പറഞ്ഞത് ഹംസയാണ്. അന്ന് ആ ഡയറിയിൽ നോക്കിയപ്പോൾ പ്രോഗ്രാം ഇല്ലാന്ന് അവൻ കള്ളം പറഞ്ഞതാണ്. പൈപ്പ് ലൈന്റെ പ്രോഗ്രാം അന്ന് തന്നെ ഉണ്ടെന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഹംസ തന്നെ ചതിക്കുകയാണെന്ന് റഹ്മാന് മനസ്സിലായി. വണ്ടി നിർത്താൻ പറഞ്ഞിട്ടും ഹംസ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഹംസയെ ആക്രമിക്കാൻ റഹ്മാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും ബാക്കിയുണ്ടായിരുന്ന രണ്ടുപേരും ഉറക്കമുണരുന്നു. ഇവരെല്ലാവരും ചേർന്നിട്ട് ഹംസയെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഹംസ ഒരിടത്തേക്ക് വണ്ടി ഇടിച്ചു കയറ്റുന്നു. ഹംസ മാത്രം സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി ഉണ്ടായിരുന്നവര് ദൂരേക്ക് തെറിച്ചു വീണു. റഹ്മാനും പാതി ബോധത്തിലാണ് കിടക്കുന്നത്. വണ്ടി ആക്സിഡന്റ് ആക്കിയ ശേഷം ഹംസ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അസ്ലമിന്റെ ആൾക്കാർ ഈ വണ്ടിയുടെ അടുത്തേക്ക് വരികയാണ്. റഹ്മാന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരിൽ ഒരാൾ മരിച്ചു. ഡോങ്ക റഹ്മാന്റെ കൂടെയുണ്ട്. അവരുടെ അടുത്തേക്ക് അവരെ കാണാതെ അന്വേഷിച്ചു വന്ന ആ ബൈക്കുകാരൻ കൂടി വരുന്നുണ്ട്. അയാളോട് റഹ്മാൻ പറയുന്നുണ്ട് നീ പോയി ഹംസയെ പിടിക്കാൻ. ഹംസ കാട്ടിലേക്ക് ഓടിപ്പോയത് കാരണം അയാൾ ഹംസയുടെ പിറകെ പോയി. ആ സമയം റഹ്മാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡോങ്ക ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അസ്ലമിന്റെ ആൾക്കാര് ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചു. ഡോങ്ക ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തിന് റഹ്മാൻ ബാക്കിലൂടെ കാട്ടിലേക്ക് ഓടിപ്പോയി. അസ്ലം അയാളുടെ പിറകെയും. തന്റെ പിറകെ വന്ന ആളെ ഹംസ വകവരുത്തുന്നു. അസ്ലമിന്റെ ഫോഴ്സിന്റെ വെടിയേറ്റ് ഡോങ്കയും മരിച്ചു. ഇനി ബാക്കിയുള്ളത് കാട്ടിലേക്ക് ഓടിപ്പോയ റഹ്മാനെ അസ്ലമും ഹംസയും ചേർന്ന് പിടിച്ചു. അയാളെ കുറെ തല്ലുന്നുണ്ട്. ഇയാളെ ഇവിടിട്ട് വെറുതെ കൊന്നുകളഞ്ഞാൽ ഇവരുടെ പ്ലാനിങ് നടക്കില്ല. ഹോസ്പിറ്റലിൽ എത്തുന്നിടം വരെ ഇയാൾക്ക് ജീവൻ ഉണ്ടാവണം. പക്ഷെ ഇയാളെ ആരും രക്ഷിക്കാനും പാടില്ല. അതുകൊണ്ട് ആ രീതിയിലാണ് അസ്ലം റഹ്മാനെ ഷൂട്ട് ചെയ്യുന്നത്. കാരണം അപ്പോഴും റഹ്മാന്റെ വേറെ ആൾക്കാർക്ക് ആർക്കും അറിയില്ല ഹംസ റഹ്മാനെ ചതിച്ചെന്നുള്ള കാര്യം. അത് കണ്ടിരുന്ന ആൾക്കാരെല്ലാം തന്നെ മരിച്ചിരിക്കുന്നു. ഉസൈറും കൂട്ടരും ഇപ്പോഴും ആയുധങ്ങളുമായി പോയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് പാതി ജീവനോടെ കിടക്കുന്ന റഹ്മാനെ താങ്ങിയെടുത്തുകൊണ്ട് റോഡിലേക്ക് വന്ന് ഓരോ വണ്ടിയുടെ മുന്നിലും ഹംസ കൈ കാണിക്കുന്നു. ഒരു ഓട്ടോക്കാരൻ ഇത് കണ്ട് നിർത്തുകയും റഹ്മാനാണ് അപകടത്തിൽ നിന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. സ്പീഡിൽ വിടാൻ വേണ്ടിയിട്ട് ഹംസ അയാളോട് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എങ്ങനെയെങ്കിലും റഹ്മാൻ ബായിയെ രക്ഷിച്ചെങ്കിലേ പറ്റൂ. പോകുന്നതിനിടയ്ക്ക് ഉസൈറിനെയും കൂട്ടരെ വിളിച്ചിട്ട് പറയുന്നുണ്ട് റഹ്മാൻ ബായിക്ക് വെടിയേറ്റുവെന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണമെന്നും. ഇത് കേട്ട് പേടിച്ച് അവരെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വന്നു. ഹോസ്പിറ്റലിലെത്തി ഡോക്ടേഴ്സ് റഹ്മാന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനു മുമ്പ് അയാൾ മരിച്ചു. ഹംസയുടെ പ്ലാനിങ് അവിടെ സക്സസ് ആയി. താനാണ് ഇതിന്റെ പിന്നിലെന്ന് റഹ്മാന്റെ മറ്റു ആൾക്കാർക്ക് ആർക്കും മനസ്സിലായില്ല. ആ ഓട്ടോക്കാരനും മീഡിയയോട് പറയുന്നത് ഹംസ ഒരുപാട് കഷ്ടപ്പെട്ടു റഹ്മാന്റെ ജീവൻ രക്ഷിക്കാൻ, പക്ഷേ അയാൾ മരിച്ചുപോയെന്ന്. ഉസൈറിന്റെ മുന്നിലും റഹ്മാന്റെ മറ്റു ആൾക്കാരുടെ മുന്നിലും ഹംസ നല്ലവനായിട്ട് തന്നെ നിൽക്കുകയാണ്. എന്നാൽ റഹ്മാന്റെ മരണത്തിൽ അസ്ലമും അർഷദ് പപ്പുവും ജമീലും സന്തോഷിക്കുകയായിരുന്നു. പക്ഷെ ഇക്ബാലിന് ഇത് വലിയൊരു തിരിച്ചടിയാണ്. ഒരുപാട് പരുക്കുകളോടെ വീട്ടിലെത്തിയ ഹംസയെ എലീന പരിചരിക്കുന്നു. ആകെ സങ്കടത്തോടുകൂടി അവൻ അഭിനയിക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സിൽ സന്തോഷമായിരുന്നു. താൻ ഡയറിയിൽ എഴുതിയിരുന്ന റഹ്മാന്റെ പേര് ഹംസ വെട്ടിക്കളഞ്ഞു. ഇനി ഈ ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ പേര് അവന്റെ ഡയറിയിൽ ഉണ്ടായിരുന്നു. ഇനിയാണ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ഈ ഹംസ? 2001 പാർലമെന്റ് അറ്റാക്ക് നടന്ന സമയത്ത് ഐബിയുടെ ഡയറക്ടറായ അജയ് സനയില് തന്റെ ദുരന്തർ മിഷന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ആളായിരുന്നു നമ്മുടെ ഹംസ. ലോകത്ത് നടക്കുന്ന ടെററിസ്റ്റ് അറ്റാക്കുകൾക്കെല്ലാം തന്നെ മെയിൻ കാരണം പാകിസ്ഥാനാണെന്ന് അജയ് സനലിന് അറിയാം. പാകിസ്ഥാനിലെ ISI ഏതെങ്കിലും ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ സഹായത്തോടു കൂടി ഇന്ത്യയിൽ ആക്രമണം നടത്തുകയാണെങ്കിൽ അത് എങ്ങനെയാണെന്ന് കണ്ടെത്താനും അവിടെ നിന്ന് ഇൻഫർമേഷൻ ചോർത്താനുമായിരുന്നു ഹംസയെ അയാൾ പാകിസ്ഥാനിലേക്ക് അയച്ചത്. ഈ ഓപ്പറേഷന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആള് ഒന്നുകിൽ തൂക്കുകയർ കാത്തുകിടക്കുന്ന ഏതെങ്കിലും ഒരു കുറ്റവാളിയോ അതല്ലെങ്കിൽ ജീവപര്യന്തം അനുഭവിക്കുന്ന ഏതെങ്കിലും കുറ്റവാളിയായിരിക്കണം. ജീവനോടെ ഇരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ലാത്തൊരാൾ, അതല്ലെങ്കിൽ നഷ്ടപ്പെടാൻ ഈ ലോകത്ത് ഒന്നുമില്ലാത്തൊരാൾ. അങ്ങനെ ഒരാളായിരുന്നു ജസ്കീരത് സിംഗ് റാങ്കി എന്ന് പറയുന്ന നമ്മുടെ ഈ നായകൻ. അവനെ ഒരു മുസ്ലിമാക്കി ഹംസ എന്നുള്ള പേരില് അവർ പാകിസ്ഥാനിലേക്ക് അയച്ചതാണ്. അങ്ങനെ തന്റെ ലിസ്റ്റിലെ ബാക്കിയുള്ളവരുടെ പേര് നോക്കിക്കൊണ്ടിരിക്കുന്ന ഹംസയെ കാണിച്ചുകൊണ്ടാണ് ദുരന്തർ പാർട്ട് 1 എന്നുള്ള മൂവി ഇവിടെ അവസാനിക്കുന്നത്. പാർട്ട് 2 മൂവി റിലീസ് ആവുമ്പോൾ എന്തായാലും നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ ഇടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു മൂവിയുടെ സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട.